ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും. 4 പ്രവാചകന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. ആകാശത്ത് 2 പ്രവാചകന്മാരുണ്ട്, അതുപോലെ ഭൂമിയിൽ 2 പ്രവാചകന്മാരുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമും ആകാശത്ത് നിലകൊള്ളുന്നു. ഇല്യാസ് നബിയും ഖിദർ നബിയും ഭൂമിയിൽ ജീവിക്കുന്നു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈസാ നബി അലൈഹിസ്സലാം ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ഒരു പ്രവാചകനായിരുന്നു. ജൂതന്മാരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊലപ്പെടുത്തി എന്നാണ് വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ ജൂതന്മാർ കൊലപ്പെടുത്തി. അതുകൊണ്ട് ചരിത്രത്തിൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു ജൂതന്മാർ. ഇന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്, അമേരിക്കയുമാണ് ഏറ്റവും വലിയ മിത്രങ്ങൾ. അത് ചരിത്രത്തിലെ വിരോധാഭാസമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളോട് യോജിക്കുന്നുണ്ട് ഒരു വിഷയത്തിൽ, അഥവാ ഈസാ നബി അലൈഹിസ്സലാം ജൂതന്മാർ കൊലപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാമിനെ ജൂതന്മാർ കൊലപ്പെടുത്തിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഉയർത്തി. ഖുർആൻ അത് പറയുന്നുണ്ട്, വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ദൂതനായ മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാമിനെ നമ്മൾ കൊലപ്പെടുത്തി എന്ന് ജൂതന്മാർ പറഞ്ഞ കാരണത്താലും അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. വമാ ഖതലൂഹു വമാ സലബൂഹു. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല, ക്രൂശിക്കപ്പെട്ടിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും. യാഥാർത്ഥ്യം എന്താണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. അവരിപ്പോഴും ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയത്തിൽ തന്നെയാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൻ. യഥാർത്ഥത്തിൽ അവരുടെ ധാരണകളെ പിൻപറ്റുക എന്നതല്ലാതെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ഖണ്ഡിതമായ ഒരു വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല. അല്ലാഹു തആല വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, വമാ ഖതലൂഹു യഖീനാ. ഉറപ്പായും ജൂതന്മാർ ഈസാ നബി അലൈഹിസ്സലാമിനെ വധിച്ചു കളഞ്ഞിട്ടില്ല. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി. അല്ലാഹു തആല ആകാശത്തിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. വകാന അല്ലാഹു അസീസൻ ഹകീമാ. അല്ലാഹു തആല വലിയ പ്രതാപിയും അതുപോലെ തന്ത്രശാലിയുമാണെന്ന സൂറത്തു നിസായിന്റെ 157, 58 സൂക്തങ്ങളിൽ അല്ലാഹു തആല പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാം മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ഖാദിയാനികൾ എന്നാണ് അവരുടെ പേര്. അഹ്മദിയാക്കൾ എന്ന് പറയും. വളരെ ന്യൂനപക്ഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനിയും പ്രവാചകന്മാർ ഉണ്ടാകാം. അല്ല, ഉണ്ട്. മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി അതിലൊരു പ്രവാചകനാണ്. ഇനിയും പ്രവാചകന്മാരുണ്ടാകാം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങളാണ് എന്ന് അവർ പറയുന്നു. യഥാർത്ഥത്തിൽ ലോകത്തുള്ള ഒരു മുസ്ലിങ്ങളും അവരെ മുസ്ലിങ്ങളായി അംഗീകരിച്ചിട്ടില്ല. അവർക്ക് സ്വന്തമായ പള്ളിയും പ്രസ്ഥാനവും മദ്രസയും അതുപോലെ ഒരു ഖലീഫയും ഇമാമും ഒക്കെ ഉണ്ട്. പഞ്ചാബിൽ നടക്കുന്ന ജുമായിലെ ഇമാമിനെ പിന്തുടർന്നുകൊണ്ടാണ്
കൊല്ലത്തുള്ള അഹമ്മദിയാക്കളും മലപ്പുറത്തുള്ള അഹമ്മദിയാക്കളും ഒക്കെ ഇപ്പോഴും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മിഹ്റാബുകളിൽ കാര്യമായി പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഒരു വലിയ സ്ക്രീനാണ്. പഞ്ചാബിലെ ഇമാം ജുമഅക്ക് നേതൃത്വം നൽകും. ആ സ്ക്രീന് നോക്കിയിട്ട് ഒരു പള്ളിയിൽ നിസ്കരിക്കും. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ മക്കയിലും മദീനയിലും അവർക്ക് പ്രവേശനമില്ല. കാരണം അവരെ മുസ്ലിങ്ങളായി നമ്മൾ അംഗീകരിക്കുന്നില്ല. പണ്ട് ഖാദിയാനിയിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടപ്പോ EK അബൂബക്കർ മുസ്ലിയാരുള്ള കാലത്ത് അവരുടെ ഒരു ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞു, ഇല്ല, നിങ്ങളെ ഞങ്ങൾ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ മറമാടാൻ കഴിയില്ല. അതിനെതിരെ അവർ കോടതിയിൽ പോയി. അപ്പോൾ ആ വാദം ഏറ്റെടുത്തത് മഹാനായ EK അബൂബക്കർ മുസ്ലിയാരായിരുന്നു. മഹാനവരുകൾ പറഞ്ഞു, എനിക്ക് വക്കീലൊന്നും വേണ്ട, ഞാൻ തന്നെ വക്കീൽ. അപ്പൊ എതിര് വിഭാഗം വക്കീല്, ഖാദിയാനികളുടെ വക്കീല് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ, എന്നൊരാൾ ചൊല്ലിയാൽ അയാൾ മുസ്ലിം ആവുകയില്ലേ? മഹാനായ EK അബൂബക്കർ മുസ്ലിയാർ മിണ്ടിയില്ല. പിന്നെയും ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിം ആവുകയില്ലേ? ഇവര് മിണ്ടിയില്ല. പിന്നെയും ചോദിച്ചു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഹൈന്ദവ വിശ്വാസക്കാരനായിരുന്നു. അപ്പൊ EK മറുപടിയായിട്ട് ചോദിച്ചു, നിങ്ങളിപ്പോ 3 വട്ടം ചൊല്ലിയല്ലോ, നിങ്ങളിപ്പോ ആരാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങളിപ്പോ 3 വട്ടം ചൊല്ലിയല്ലോ, നിങ്ങളിപ്പോ കാഫിറാണോ മുസ്ലിമാണോ എന്ന് പറയണം. അയാൾ മിണ്ടിയില്ല, തോറ്റുപോയി. അവിടെ തന്നെ അവര് മുട്ടുമടക്കേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അപ്പൊ ഖാദിയാനികൾ എന്ന് പറയുന്ന ഈ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ ഭാഗികമായിട്ടാണ് വിശ്വസിക്കുന്നത്. എന്നാണ് അവർ വിശ്വസിക്കുന്നത്? മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നു, പക്ഷെ അവസാന പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് ശേഷം പിന്നെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അവര് പ്രവാചകനായി അംഗീകരിച്ചു, ഇനിയും വരാമെന്ന് അവർ വാദിക്കുന്നു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി തന്നെ മരിച്ച രംഗം വളരെ ദാരുണമായിട്ടായിരുന്നു. അല്ലാഹു തആല ലോകത്ത് നൽകിയ ഒരു പാഠമാണത്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. അപ്പോ വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് ഖാദിയാനികളായ ആളുകൾ പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടുണ്ട് എന്ന്. ഏതായത്ത്? ഇത് ഖാലല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയോട് പറഞ്ഞ സന്ദർഭം ഓർക്കണം. ഇത് ഖാലല്ലാഹു, അല്ലാഹു തആല പറഞ്ഞ സന്ദർഭത്തെ ഓർക്കണം നബിയെ. യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ, നിങ്ങളെ ഞാൻ പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ്. ഈ മുത്തവഫീക എന്നതിന്റെ അർത്ഥം അതാണ്, ഞാൻ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. കാരണം സാധാരണയിൽ ഒരാളുടെ ആത്മാവിനെയാണ് ഏറ്റെടുക്കാറുള്ളത്, ശരീരം ഇവിടെ തന്നെ നിലനിർത്തലാണ്. ഇത് അങ്ങനെയല്ല, നിങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. എന്നിലേക്ക് നിങ്ങളെ ഞാൻ ഉയർത്തുന്നു. സത്യനിഷേധികളായ ആളുകളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്നു. നിങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളിലെ അവരെ സത്യനിഷേധികൾക്ക് മേലെ ഞാൻ ആക്കുന്നതാണ്. ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ. പിന്നെ എല്ലാ ആളുകളെയും മടക്കപ്പെടുന്നത് എന്നിലേക്കാണ്. ഇന്ന് നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ, അതിലെല്ലാം കൃത്യമായ വിധി പ്രഖ്യാപനം നാളെ ആഖിറത്തിൽ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനെ പൂർണ്ണമായും അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി.
ഈസാ നബി അലൈഹിസ്സലാമിനെ ഒരിക്കലും തന്നെ അവർക്ക് വധിക്കാൻ കഴിഞ്ഞില്ല. ജൂതന്മാരായ ആളുകൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ വേണ്ടി തക്കം പാർത്ത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടിയെ തന്റെ സേവകനായി നിർത്തി ആ കുട്ടിയെ സ്വാധീനിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹാനവരുകൾ ആരാധന ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. പക്ഷെ അപ്പോഴേക്കും അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടുപോയി. കൊല്ലാൻ പോയ ആള് ഈസാ നബി അലൈഹി ഇസ്ലാം ആരാധന നിർവഹിക്കുന്ന സമയത്ത് ഒറ്റുകാരനായ ഈ സേവകനായ കുട്ടിയില്ലേ, ജൂതനായ ആള്, ആ കുട്ടി ആള് വിളിച്ചു, ഇപ്പൊ നല്ല പാങ്ങുള്ള സമയമാണ്, നിങ്ങൾ വന്നോളൂ. ആ സമയത്താണ് അല്ലാഹു തആല ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയത്. വന്ന ആള് നോക്കുമ്പോൾ കാണുന്നില്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നില്ല. എന്നാൽ ഈ കൊല്ലാൻ പോയ ആളെ പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്തു കുറെ ആളുകൾ നിൽപ്പുണ്ട്. അവര് ഈസയെയും കാണുന്നില്ല, കൊല്ലാൻ പോയ ആളെയും കാണുന്നില്ല. അവസാനം പിന്നെ അവർ പുറത്തു നിൽക്കുന്ന ആളുകൾ അകത്തേക്ക് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊല്ലാൻ വന്ന ആൾക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഫേസ് കട്ട് ഇട്ട് കൊടുത്തിരുന്നു. അവര് വന്നിട്ട് കൊല്ലാൻ വന്ന ആളെ അങ്ങ് കശാപ്പ് ചെയ്തു. അപ്പൊ ഒരാൾ അവിടെ മരിച്ചു വിടും. ഇത് കണ്ടിട്ട് കുറെ ആളുകൾ പറഞ്ഞു, ഈസയെ ഞങ്ങൾ കൊലപ്പെടുത്തി. പക്ഷെ കാല് നോക്കുമ്പോഴോ അത് നമ്മളെ ഇവിടുന്ന് കൊല്ലാൻ പോയ ചങ്ങായിന്റെ കാല്. മുഖം നോക്കുമ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഫേസ് കട്ട്. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്, അവർക്ക് തിരിച്ചറിയാതെ പോയതാണ്. യഥാർത്ഥത്തിൽ വമാ ഖതലൂഹു യഖീനാ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർക്ക് തൊടാൻ പറ്റിയിട്ടില്ല. അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. മഹാനായ ബഹറുൽ മുഹീത്തിൽ പ്രിയപ്പെട്ടവരെ അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ഹാദാ ഇബ്താലു ലിമാ ഇദ്ദഅൂഹു മിൻ ഖത്ലിഹി വസൽബിഹി, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊന്ന് കുരിശിലേറ്റി എന്ന് പറയുന്ന ജൂതന്മാർക്ക് ഖണ്ഡനമാണ് ഈ ആയത്ത്. വഹുവ ഫീ ഹയ്യും ഫിസ്സമാഇ സാനിയ, രണ്ടാമത്തെ ആകാശത്തിൽ ഇപ്പോഴും ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട്. അലാ മാ സഹഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹദീസിൽ മിറാജ്, നബി തങ്ങൾ മിറാജിന് പോയപ്പോ രണ്ടാമത്തെ ആകാശത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ. വഹുവ ഹുനാക മുഖീമുൻ ഹത്താ യുനസ്സിലഹു അല്ലാഹു ഇലൽ അർളി, ഇനി ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കി കൊണ്ടുവരുന്നത് വരെ മഹാനവരുകൾ രണ്ടാമത്തെ ആകാശത്തിൽ തന്നെയാണ്. ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കുന്നത് ലിഖത്ലിദ് ദജ്ജാൽ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നോടിയായി ഖിയാമത്ത് നാളിന്റെ അടയാളമായി അല്ലാഹു തആല അവതരിപ്പിക്കുന്ന ഒരു ദജ്ജാലിന്റെ വരവുണ്ട്. ലോകത്താകമാനം പ്രിയപ്പെട്ടവരെ ദജ്ജാൽ വലിയ നാശം വിതയ്ക്കുമെന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടാതെ ഒരൊറ്റ നിസ്കാരവും നിർവഹിക്കാറുണ്ടായിരുന്നില്ലെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തഹിയാത്തിന് ശേഷം നമ്മൾ ഓതുന്ന ദുആയില്ലേ, ആ ദുആയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ ഒരു ദിക്റെങ്കിലും ചൊല്ലൽ ആവശ്യമാണ്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഖറാഅത്ത് വരും. അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറയുന്നത് ഒരു ഹദീസിൽ വന്ന ദുആ, രണ്ടാമത് പറയുന്നത് വേറെ ഒരു ഹദീസിൽ വന്ന ദുആ. അതുകൊണ്ട് ഈ രണ്ടാലൊരു ദുആ എങ്കിലും നിസ്കാരം വഹിക്കണം, അല്ലെങ്കിൽ കറാഹത്ത് വരും എന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. കാരണം ഈ ലോകത്ത് ഇത്ര വലിയ നാശം വിതയ്ക്കുന്ന വേറെ ഒരാൾ വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വലത്തെ കയ്യിൽ സ്വർഗവും ഇടത്തെ കയ്യിൽ നരകവും അവൻ കാണിക്കും. എന്നിട്ട് സ്വർഗം വേണമെന്ന് പറയുന്നവന് നരകക്കാരനായി, അവൻ നരകമെന്ന് പറയുന്നതിനെ പ്രിയപ്പെട്ടവരെ വേണ്ട എന്ന് പറയുന്നവനുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ സ്വർഗമായിരുന്നു. അവനെ അംഗീകരിച്ചവൻ അതാ നരകക്കാരനായി മാറുന്നു. ഒരുപാട് ആളുകളെ ദജ്ജാൽ കൊലപ്പെടുത്തുന്നു. പക്ഷെ അവര് മോശക്കാരാണെന്ന് നമ്മൾ വിചാരിക്കരുത്, അവരൊക്കെ ശുഹദാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലോകത്ത് എന്തെല്ലാം അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ ദജ്ജാൽ കാണിക്കുക.
പക്ഷേ അവന്റെ നെറ്റിയിൽ തന്നെ ഉണ്ട് വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ കഫറ എന്ന് പറയുന്ന ഒരു എഴുത്ത്. അതുകൊണ്ട് വിശ്വാസികൾ കാണുന്ന മാത്രയിൽ തന്നെ പറഞ്ഞു പോകും, നീ ദജ്ജാലാണടാ, നിനക്ക് നിന്റെ നെറ്റിയിൽ കഫറ എന്ന് എഴുതിയിട്ടുണ്ട്, അത് മായ്ച്ചു കളയാൻ നിനക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിന്റെ കയ്യിൽ ഒരു കഴിവുമില്ല, കേവലം ജാലവിദ്യ മാത്രമാണ്. നീ എത്ര വലിയ കഴിവുള്ള ആളാണെങ്കിൽ നിന്റെ നെറ്റിയിലെ കഫറ എന്ന എഴുത്ത് വായിക്കാൻ കഴിയണ്ടേ? അത് കഴിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇബ്നു സയ്യാർ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയും ഇതുപോലെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അവനെ നമുക്കങ്ങ് വധിച്ചു കളയാം, അവന്റെ ഫിത്നയിൽ ജനങ്ങൾ പെട്ടുപോകണ്ടല്ലോ, അവൻ ദജ്ജാലാണെങ്കിലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദജ്ജാലാണെങ്കിൽ അവനെ കൊല്ലാൻ അല്ലാഹു വേറെ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്, നീ കൊല്ലണ്ട. ദജ്ജാലല്ലെങ്കിലോ കൊല്ലുന്നതിൽ പ്രത്യേക കാര്യമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് ദുനിയാവിൽ ഒരുപാട് ഫിത്നകൾ നിറക്കുന്ന ദജ്ജാലിന്റെ പ്രശ്നത്തെ ഒതുക്കിക്കളയാനും അവനെ വധിച്ചു കളയാനുമാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവ്. എന്നിട്ട് വലിയ ദജ്ജാല് വന്ന് ഇവിടെ അക്രമങ്ങൾ കൊണ്ട് ഭൂമി നിറച്ചതുപോലെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വന്ന് നീതി നടപ്പിലാക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അബൂ ഹയ്യാൻ 40 കൊല്ലം ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ജീവിക്കും. ബാക്കിയുള്ള മനുഷ്യന്മാരെല്ലാം മരിച്ചു പോകുന്നത് പോലെ പിന്നെ മഹാനവറുകളും മരിച്ചു പോകുന്നതാണ്. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ സുഖ്റൂഫിലെ 61-ാമത്തെ ആയത്ത് ഞാൻ ആദ്യമായി നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഫലാ തംതറുന്ന ബിഹാ, അതുകൊണ്ട് ഖിയാമത്ത് നാളിന്റെ കാര്യത്തിൽ നിങ്ങളാരും സംശയിക്കണ്ട. വത്തബിഊനി, നബി തങ്ങൾ പറയുന്നു, എന്നെ പിന്തുടർന്ന് ജീവിച്ചോളൂ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ പാതയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. വഇന്ന ഈസാ ദുഹൂറുഹു ഇൽമുൻ, വഇന്ന ഈസാ ദുഹൂറുഹു ഇൽമുൻ യഅലമു ബിഹി മജീഉ الساعة وأن ظهوره من نشراتها ونزوله إلى الأرض دليل على فناء الدنيا وإقبال الآخرة. ഈസാ നബി അലൈഹിസ്സലാം ദുനിയാവിലേക്ക് ഇറങ്ങി വരിക എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വന്നാൽ മനസ്സിലാക്കിക്കോളണം, ദുനിയാവ് നശിക്കാനായി, പിന്നെയോ ആഖിറം ഇതാ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ള അടയാളമാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. وآتينا عيسى ابن مريم البينات وأيدناه بروح القدس. ഈസാ നബി അലൈഹിസ്സലാമിന് ഞാൻ അനേകം ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു. അല്ലാഹു തആല പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാമിന് അനേകം ദൃഷ്ടാന്തങ്ങൾ കൊടുത്ത പ്രവാചകനായിരുന്നു. വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സി, പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഥവാ മാലാഖയായ ജിബ്രീലിനെ കൊണ്ട് മഹാനവറുകൾക്ക് ഞാൻ ശക്തി പകർന്നു. അല്ലാഹു തആല പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ എപ്പോഴും ജിബ്രീലിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമായിരുന്നു. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു. മണ്ണിൽ നിന്ന് മഹാനവറുകൾ പക്ഷിയുടെ രൂപമുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, അതിലൊന്ന് ഊതുമ്പോൾ ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ് അന്നീ യഖ്ലുഖു ലക്കും മിനത്ത്-ത്വയ്രി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ്. കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപം സൃഷ്ടിച്ച് അതിൽ മായ കൊണ്ടെന്ന് ഊതുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതൊരു പക്ഷിയായി പാറിപ്പോവുകയാണ്. ഇന്നീ ഉബരിഹുൽ അക്മഹ വൽ അബ്റസ, ജീവിതത്തിൽ കണ്ണില്ലാതെ അന്ധത ബാധിച്ച് നടക്കുന്ന ആളുകളില്ലേ, അത് ചികിത്സിക്കാൻ എനിക്ക് കഴിയും. മാത്രമല്ല, വെള്ളപ്പാണ്ടുള്ള ആളുകളെ ചികിത്സിക്കാൻ എനിക്ക് കഴിയും. ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും പരാജയപ്പെടുന്ന 2 മേഖലയാണിത്. വെള്ളപ്പാണ്ട് രോഗികൾക്ക് പ്രിയപ്പെട്ടവരെ മരുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
എന്നാൽ ഈ രണ്ട് രോഗവും മാറ്റാൻ എനിക്ക് മുഅ്ജിസത്തിന്റെ കഴിവുകൊണ്ട് സാധിക്കുമെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുമായിരുന്നു. അഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസുകും ഇസ്തക്ബർതും ഫഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ. അല്ലാഹു തആല പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാം നിങ്ങളിലേക്ക് റസൂലായി വന്നപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അഹങ്കാരികളായി മാറി നിന്നു. കുറെ പ്രവാചകന്മാരെ നിങ്ങൾ കളവാക്കി, വേറെ കുറെ പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നൊടുക്കുകയും ചെയ്തു. ഇസ്രായേലിനോട് അല്ലാഹു തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നോക്കൂ, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നുസൂലു ഈസാ അലൈഹിസ്സലാം വഖത്ലുഹു ദജ്ജാല ഹഖ്ഖുൻ. ഈസാ നബി അലൈഹിസ്സലാം വന്ന് ദജ്ജാലിനെ കൊല്ലുമെന്ന കാര്യം സത്യമാണ്. വസഹീഹുൻ ഇൻദ അഹ്ലി സുന്നah അൽ അഹാദീസ് സ്വഹീഹത്തി ഫീ ദാലിക വലൈസ ഫിൽ അഖ്ലി വലാ ഫി ശർഇ മാ യുബ്തിലുഹു ഫവജബ ഇസ്ബാതുഹു. ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വരുമെന്നതിന് നഖലിലോ അഖലിലോ എതിരായി നിൽക്കുന്ന യാതൊരു സംഭവവുമില്ല. അതുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ അതിനെ അംഗീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഫതാവൽ ഹദീസിയയിൽ കാണാം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വരുമ്പോ മഹാനവറുകൾ ഏത് മദ്ഹബ് അനുസരിച്ചാണ് ജീവിക്കുക? ഇവിടെ ഒരുപാട് മദ്ഹബ് ഉണ്ടല്ലോ. ഏത് മതം അനുസരിച്ച്, ഏത് ഖുർആൻ അനുസരിച്ചാണ് മഹാനവറുകൾ വിധി നടപ്പിലാക്കുക? അഥവാ അദ്ദേഹം തൗറാത്ത് വാങ്ങിയ ആളായിരുന്നു, ഇഞ്ചീൽ വാങ്ങിയ ആളായിരുന്നു. അതുകൊണ്ട് ആ പഴയ ഇഞ്ചീൽ തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമോ? അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഖുർആനും ഹദീസും അനുസരിച്ച് നേരിട്ട് വിധിക്കുമോ? അതല്ല വേറെ ഏതെങ്കിലും മദ്ഹബ് അംഗീകരിക്കാൻ പോകുമോ? എങ്ങനെയാണ് സംഭവിക്കുക? ചോദിക്കുന്നു. അജ്മഉ അലാ അന്ന ഈസാ യഹ്കുമു ബിശരീഅത്തിനാ, നമ്മുടെ ശരീഅത്ത് കൊണ്ട് വിധിക്കുമെന്നാണ് ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാഅ്. ഫമാ കൈഫിയത്തു ഹുക്മുഹി ബിദാലിക, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബിമദ്ഹബി അഹദിൻ മിനൽ മുജ്തഹിദീന, ഇവിടെ കഴിഞ്ഞുപോയ മുജ്തഹിദീങ്ങൾ ആരെങ്കിലും പിൻപറ്റുമോ? അല്ല ബിഇജ്തിഹാദിൻ, മൂപ്പര് തന്നെ സ്വന്തം ഗവേഷണം നടത്തിയാണോ വിധിയുണ്ടാവുക? ഫാജാബ ബിഖൗലിഹി, മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതിന് മറുപടി കൊടുത്തു. ഈസാ അലൈഹിസ്സലാം മുനസ്സഹുൻ അൻ യുഖല്ലിദ ഗൈറാ, വേറെ ഒരാളെ തഖ്ലീദ് ചെയ്യാൻ മാത്രം പ്രിയപ്പെട്ടവരെ താഴ്ന്ന ആളല്ല ഈസാ നബി അലൈഹിസ്സലാം. മഹാനവർക്ക് തന്നെ സ്വന്തമായി ഗവേഷണം നടത്താനുള്ള പവറുണ്ട്. വേറെ ഒരാളെ തഖ്ലീദ് ചെയ്യണ്ട. ബൽ ഹുവ ഔലാ ബിൽ ഇജ്തിഹാദി, സ്വന്തം ഗവേഷണം നടത്താൻ അർഹതയുള്ള ആളാ. ثم علمه باحكام شرعنا اما بعلمها من القران فقط, നമ്മുടെ ശറഇനെ കുറിച്ചുള്ള വിവരം അദ്ദേഹത്തിന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. കാരണം ഇതിലും യുഫരിത്തു ഫീഹി മിൻ ഷൈഇൻ, ഖുർആനിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് ഖുർആൻ മതി. വഇന്നമാ ഇഹ്തജനാ ഇലാ ഗൈരിഹി ലിഖുസൂരിനാ, നമുക്ക് ഖുർആനിൽ നിന്ന് പൂർണ്ണമായി കിട്ടാത്തതും ഹദീസ് പോലെയുള്ളത് മനസ്സിലാക്കേണ്ടി വരുന്നത് അത് നമ്മുടെ കുറവാണ്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലൗ ضاع لي قال بعير لوجدته من القرآن, ഒരൊട്ടകത്തെ കെട്ടുന്ന പിടിക്കയറ് നഷ്ടപ്പെട്ടാൽ അത് എവിടെയുണ്ട് എന്ന് പറയാൻ എനിക്ക് ഖുർആൻ കൊണ്ട് സാധിക്കും. എല്ലാം വിശുദ്ധമായ ഖുർആനിലുണ്ട്. പക്ഷെ നമുക്കത് അറിയാത്തത് കൊണ്ട് ഖുർആനിലേക്ക് ഹദീസും കൂടി കൂട്ടി വായിക്കേണ്ടി വന്നു. എന്നാൽ മഹാനവറുകൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവുകയില്ല. മഹാനവറുകൾ മറുപടി പറയുകയാണ്. ഇതുകൊണ്ടാണ് ശാഫി ഇമാം പറഞ്ഞത്, കുല്ലുമാ ഹകമ ബിഹിൻ നബിയ്യു ഫഹുവ മിമ്മാ ഫഹിമഹു മിനൽ ഖുർആൻ, റസൂലുള്ളാഹി എന്തൊക്കെ വിധികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ അതെല്ലാം ഖുർആനിലുണ്ട്. ഫലാ യബുദു അന്ന ഈസാ അലൈഹിസ്സലാം യകൂനു കദാലിക, ഈസാ നബിയും അങ്ങനെയായിരിക്കാം. മഹാനവറുകൾ പറയുന്നു, ഔ ബിരിവായത്തി സുന്നത്തി നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ സുന്നത്തും കൂടി നോക്കിയിട്ടായിരിക്കും മൂപ്പര് മതവിധി പറയുന്നത്.
അപ്പോൾ ചോദ്യം അത് എവിടുന്ന് കിട്ടി? അതിന് മറുപടി റസൂലുള്ളാഹിയുമായി ഈസാ നബി ജീവിതത്തിൽ പല പ്രാവശ്യം സന്ധിച്ചിട്ടുണ്ട്, കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം സ്വഹാബികളിൽ എണ്ണപ്പെട്ടയാളാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളെ മുമ്പിനായിട്ട് ഒരു സെക്കൻഡ് കണ്ടുമുട്ടിയാൽ അയാൾ സഹാബിയായി. അതുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമും സഹാബിയാണ്. റസൂലുള്ളാഹി തങ്ങളുമായി പല പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നിട്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അദി റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ചില്ലേ, ബൈനാ നഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റസൂലുള്ളാഹിന്റെ കൂടെ ഒപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് റഅയ്നാ ബുർദൻ വയദാ, ഒരു കയ്യും ഒരു പുതപ്പും കണ്ടു. ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു, മാ ഹാദൽ ബുർദുല്ലദി റഅയ്നാ വൽയദൂ, നബിയെ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതപ്പും ഒരു കയ്യും കണ്ടല്ലോ, എന്താണത്? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിങ്ങളത് കണ്ടോ? ഖുൽനാ, ഞാൻ കണ്ടു. അപ്പോൾ പറഞ്ഞത് ഈസാ ഇബ്നു മറിയമാണ്, സല്ലമ അലയ്യ, അതേ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമാണ്. മഹാനവരുകൾ വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുടരുന്നു, ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിലുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുൻതു അത്വഫു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ് കഅബക്ക് ചുറ്റും. അപ്പോഴിതാ ഒരാളോട് റസൂലുള്ളാഹി തങ്ങൾ മുസാഫഹത്ത് ചെയ്യുന്നു. വലം മറഹു, ഞാനത്തെ കാണുന്നുമില്ല. റസൂലുള്ളാഹി തവാഫ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിന്നു. എന്നിട്ട് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് സലാം പറയുന്ന രംഗം കണ്ടു. ഖുൽനാ യാ റസൂലല്ലാഹ് റഅയ്നാക സഫഹത ശൈഅൻ വലാ നറാഹു, ഞങ്ങൾ കണ്ടതുമില്ല നബി തങ്ങൾ ഒരാളോട് മുസാഫഹത്ത് ചെയ്യുകയും ചെയ്തു. അതാരാണെന്ന് ചോദിച്ചപ്പോൾ ദാലിക അഖീ ഈസാ ഇബ്നു മറിയം, അത് മറിയമിന്റെ പുത്രൻ ഈസാ നബിയാണ്. ഇൻതളർതുഹു ഹത്താ ഖളാ തവാഫഹു ഫസല്ലംതു അലൈഹി, എന്റെ തവാഫ് നേരത്തെ കഴിഞ്ഞപ്പോ ഈസാ നബിയുടെ തവാഫ് കഴിഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചു നിന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ സലാം പറഞ്ഞതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, വഹീനൈദിൻ തലഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്കാമ ശരീഅത്തിൽ മുഖാലഫത ലിശരീഅത്തിൽ ഇൻജീലി, ഇൻജീലിന് എതിരായിട്ടുള്ള നമ്മുടെ നിയമങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം ആ സമയത്ത് കൈമാറിയിട്ടുണ്ടാകാം. നബിതങ്ങൾക്കറിയാമല്ലോ, അന്നഹു സയൻസിലു, ഈസാ നബി ഇനി വരാനുള്ള ആളാണ്. വന്നഹു യഹ്താജു ലിദാലിക, അതുകൊണ്ട് എന്റെ സുന്നത്തിലേക്ക് ആവശ്യമാകുന്ന ആളാണ്. ഫഅഖദഹാ മിൻഹു ബിലാ വസിത, അപ്പൊ നബിയിൽ നിന്ന് ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ലാതെ ഈസാ നബി അലൈഹിസ്സലാം കിട്ടേണ്ടതെല്ലാം നേടിയെടുത്തു. അതുകൊണ്ട് ഖുർആനും ഹദീസും അനുസരിച്ച് വിധിക്കുമായിരിക്കും. എന്നിട്ട് മഹാനവരുകൾ പറയുന്നു, ഇബ്നു അസാക്കിറിന്റെ വേറെ ഒരു ഹദീസിലുണ്ട്, അലാ ഇന്ന ഇബ്ന മറിയം ലൈസ ബൈനി വബൈനഹു നബിയ്യുൻ വലാ റസൂലുൻ, എന്റെയും ഈസാ നബിയുടെയും ഇടയിൽ വേറെ ദൂതന്മാരുടെ ആവശ്യം വന്നില്ല. അലാ ഇന്നഹു ഖലീഫതി ഫീ ഉമ്മത്തി മിൻ ബഅദി, എന്റെ ശേഷം എന്റെ ഉമ്മത്തിലെ എന്റെ പ്രാതിനിധ്യം വഹിക്കുന്ന ആളാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇബ്നു അസാക്കിർ റിപ്പോർട്ട് ചെയ്യുന്നു. ആരാ പറയുന്നത്? മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ്. എന്നിട്ട് പറഞ്ഞു, വഖദ് സറഹ സുബ്കിയു, എന്റെ മുൻഗാമിയായ സുബ്കി ഇമാം അതാ വ്യക്തമാക്കിയിട്ടുണ്ട്, ബിഅന്നഹു യഹ്കുമു ബിശരീഅത്തി നബിയിനാ ബിൽ ഖുർആനി വസ്സുന്നah. ആകയാൽ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ കടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും വിശുദ്ധമായ ഖുർആനും അനുസരിച്ചുകൊണ്ട് മഹാനവരുകൾ ഇവിടെ വിധി നടപ്പിലാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ തന്നെ തൻ്റെ ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ കൈമാറി ഖുർആനും ഹദീസും ഗവേഷണം ചെയ്ത് അതാത് സമയങ്ങളിൽ വിധി നടപ്പിലാക്കി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം 40 കൊല്ലം ഭരണം നടത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ദജ്ജാലിനെ അതിൻ്റെ ഇടയിൽ കൊല്ലുന്നു, ലോകത്ത് മുഴുവൻ നീതി നടപ്പിലാക്കുന്നു, അധർമ്മങ്ങൾ ഇല്ലാതെയാക്കുന്നു,
പ്രിയപ്പെട്ടവരെ, അവസാനം സമ്പത്തിന്റെ ഒഴുക്കുകൊണ്ട് ജനങ്ങൾക്ക് കാശ് ആവശ്യമില്ലാത്ത വിധം ഇവിടെ സമ്പത്തിന്റെ പെരുപ്പമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.